എല്ലാവർക്കും നമസ്കാരം. ഭർത്താക്കന്മാരെ ഭാര്യയിൽ നിന്നും മറച്ചു വെക്കുന്ന രഹസ്യം. പലപ്പോഴും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭർത്താവിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാകുന്നത്? ഇതിനകത്തും ഒരു വിധത്തിൽ പറയുവാണെങ്കിൽ പല ഭർത്താവിനോടും ഒരു ഇമോഷണൽ നെഗ്ലക്റ്റ് ഭാര്യ, അതായത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന്, അച്ചീവ്മെൻറ്റ്സിന് സപ്പോർട്ട് കൊടുക്കാത്തതാണ്. ആ കാര്യത്തിലായിട്ട് നമ്മൾ ഭാര്യയെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വില മതിക്കുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു ഇമോഷണൽ വോയിഡ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടൊരു സംഭവം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഭർത്താവിൻ്റെ അച്ചീവ്മെൻറ്റിന് സപ്പോർട്ട് കിട്ടാത്തതാണ്. പക്ഷേ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹം ആ മീനിങ്ങിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ടോ. പിന്നെ മറ്റൊന്ന്, അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ലൈംഗികമായിട്ടുള്ള അസന്തോഷം, സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അവർ തങ്ങളുള്ള ഫ്രീക്വൻസി മിസ്മാച്ച് ചെയ്യുക, അൺമെറ്റ് ഡിസയേഴ്സ്, അപ്പോൾ ഒരു ഇൻറ്റിമസി ഗ്യാപ്പ് രണ്ടുപേരിലും, ഇൻറ്റിമസി കുറയുന്നത് കൊണ്ട്. അപ്പം അവർ തങ്ങളൊരു അലൈൻമെൻറ്റ് വരുന്നില്ല. അയാൾക്ക് വേണ്ട സമയത്ത് അവൾ റെഡിയല്ല, അവൾക്ക് വേണ്ട സമയത്ത് അയാൾ റെഡിയല്ല. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇപ്പം വൈഫിനോട് അടുക്കാതെ വരും. ഡെമി സെക്ഷുവൽ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി എൻ്റെ മീനിങ് എല്ലാം കിട്ടാനായിട്ട്, അറിയത്തില്ലാത്തവർക്ക്. ഈ ഡെമി സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഭർത്താവ് ഡെമി സെക്ഷുവലാണ്, ഭാര്യ ഡെമി സെക്ഷുവൽ അല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന് ഈ ഭാര്യയെ കണ്ടാലോ ഏത് സ്ത്രീയെ കണ്ടാലോ അവരുടെ ശരീരം കണ്ടാലൊന്നും അയാൾ ഉത്തേജിക്കപ്പെടത്തില്ല. മാനസികമായിട്ട് അവർ ഭയങ്കരമായ അടുപ്പവും ഇൻറ്റിമസിയും ചേർച്ചയും ഒക്കെ വന്നു കഴിഞ്ഞാലാണ് അയാളുടെ സെക്സ് ഉണരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അത് പലരും സൈക്കോളജിക്കലായിട്ട് ആ ഉള്ള സംഭവം മനസ്സിലാക്കുന്നില്ല. പിന്നെ മറ്റൊരു ഇത് വരുന്നത്, ഒരു പുതുമ, ഒരു തിരച്ചിൽ, ഒരു നോവൽറ്റിക്ക് വേണ്ടിയിട്ട് മാരേജിനകത്തങ്ങ് വളരെ റൊട്ടീനായിപ്പോയി. അപ്പം എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് പുരുഷനാണ് പറഞ്ഞതാണ്, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. റീസൺ, ഞാൻ ശവത്തിൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന പോലെയാണ്, ഡെഡ് വുഡിൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന പോലെയാണ് എനിക്കെന്നും ഉറങ്ങേണ്ടതായിട്ട് വരുന്നത്. അപ്പം എനിക്കത് പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മോഡലായിട്ടോ ഇല്ലെങ്കിൽ ആരും ഒന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട്, ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും ആ ലേഡി ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈഗോ ഭാര്യയുടെ അടുത്തങ്ങ് സാറ്റിസ്ഫൈഡ് ആയി കിട്ടുന്നില്ല. അപ്പം ഐ എം സ്റ്റിൽ അട്രാക്റ്റീവ് എന്നൊരു ഇത് കിട്ടാനായിട്ട്, അംഗീകാരം കിട്ടാനായിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു തേടലായിട്ട് ഭാര്യ അത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കാം പ്രധാന കാരണം. പിന്നെ പലപ്പോഴും പുരുഷന് വരുന്ന ഒരു മിഡ് ലൈഫ് ക്രൈസിസ് വരും. നമ്മുടെ കുട്ടികൾ നമ്മളോളം ആകില്ല, നമ്മുടെ ഡ്രസ്സ് എടുത്തിടുന്ന സ്റ്റേജ്, അപ്പോൾ ഒരു ഏജ് ഫിയർ വരിക, നമ്മൾ നരയ്ക്കുക. അപ്പോൾ യൂത്തിലെ നൊസ്റ്റാൾജിയൊക്കെ കയറി വരിക, ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ, ഞാൻ വയസ്സനായിക്കൊണ്ടിരിക്കുകയാണോ. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ചില അവസരങ്ങളുടെ സുലഭത വരുമ്പോഴത്തേക്കും, ഓപ്പർച്യൂണിറ്റി ആക്സസിബിലിറ്റി, വർക്ക് പ്ലേസിലും മറ്റുമൊക്കെ ക്ലോസ്നെസ്, സോഷ്യൽ മീഡിയയിലുണ്ടാകുന്ന സീക്രസി, അപ്പോൾ അതിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ ക്ലോസ്നെസ് വരുന്നതുകൊണ്ട് നേരത്തെ ഒന്നും ഇത്രയൊരു ക്ലോസ്നെസ് ഇല്ലായിരുന്നു. മറ്റൊന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ടുള്ള ആശയവിനിമയത്തിൽ വരുന്ന കുറവ്, പുവർ കമ്മ്യൂണിക്കേഷൻ, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ഇമോഷണലി ഡിസ്റ്റൻസ്. അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും അകലെയാണെങ്കിൽ പോലും 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ വിളിച്ച് സംസാരിക്കാൻ പറ്റുക. പിന്നെ ചിലപ്പം ഈ പക്വതയുടെ അഭാവം, സ്ത്രീക്ക് പക്വത കാണത്തില്ല, ഇല്ലെങ്കിൽ പുരുഷന് പക്വത കാണത്തില്ല, ഇമോഷണൽ ഇമ്മച്യൂരിറ്റി. പിന്നെ ചിലപ്പോൾ ഒരു ഇമ്പൾസസ് കൺട്രോൾ. ഒത്തിരി ആൾക്കാർക്ക് ഈ CSBD എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പം CSBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റിയാണത്. അപ്പം കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ 4% ആൾക്കാരിലുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സിനോടുള്ള ഭയങ്കരമായ ആർത്തി ഉണ്ടാവും, വെറൈറ്റി ഇങ്ങനെ തേടിപ്പോകാനായിട്ട് ഇത് വരും. അത് ആക്ച്വലി അവരെ നമ്മൾ കുറ്റം പറയുകയോ അവരെ ഉദ്ധരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതിൻ്റെ റീസൺ അങ്ങനെ സംഭവിക്കാനുള്ള റീസൺ ഒരു പക്ഷേ ഇയാളെ ഏർലി ചൈൽഡ്ഹുഡിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്തതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു പ്രതികാരമായിട്ട്
അപ്പോൾ വൈഫിനോടുള്ളൊരു പ്രതികാരമായിട്ടോ വൈഫിൻ്റെ ആൾക്കാരോടുള്ള പ്രതികാരമായിട്ടോ സ്ത്രീകളോട് പൊതുവേ ഉള്ള ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പോയി പ്രണയം പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ നിന്നുള്ള അവജ്ഞ കൊണ്ടോ ഒരു പെർസീവ്ഡ് നെഗ്ലക്റ്റ് ഓർ റിട്ടാലിയേഷനായിട്ട് ഇയാൾ ചിലപ്പോൾ ചെയ്യാം. പിന്നെ വിവാഹ ജീവിതത്തിൽ തന്നെ അയാൾക്ക് ഏകാന്തത വരിക, മനസ്സ് തുറക്കാനുള്ള അവസരങ്ങൾ കിട്ടാതിരിക്കുക, മാരേജിനകത്ത് തന്നെ അയാൾ ലോൺലി ആകുക. പിന്നെ ഫിസിക്കൽ ടുഗദർനെസ് ഉണ്ടെങ്കിൽ തന്നെ ഇമോഷണലി അപ്പാർട്ടായി പോവുക, അത്ര അകലെ. പിന്നെ പോൺ വീഡിയോസിൻ്റെ ഒരു സ്വാധീനം. അപ്പം ഈ പോൺസ് വീഡിയോയ്ക്കകത്ത് കാണുന്നതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലല്ല. അപ്പോൾ പോൺ വീഡിയോ കാണുന്ന പോലുള്ള ഒരു കപ്പാസിറ്റി ഉള്ള പുരുഷന്മാർ വളരെ റയർ ഓഫ് ദ റയർസ്, ലക്ഷത്തിലൊന്നേ കാണുകയുള്ളൂ. അതിൽ സംഭവിക്കുന്നതൊക്കെ പിന്നെ പെപ്പാരിൻ ട്രൈമിക്സ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളൊക്കെ കുത്തിവെച്ചതിന് ശേഷമുള്ള പെർഫോമൻസാണ്. അത്ര നീണ്ട സമയമൊക്കെ കിട്ടുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്രയൊന്നും ഇല്ല, വളരെ റയറാണ്. നമ്മൾ മൃഗങ്ങളിലേക്ക് നോക്ക്, അവർക്ക് എത്ര സമയം കിട്ടുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമ്മളെ സ്വാധീനിച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വരുന്നത്. പിന്നെ ചില സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടൽ. അപ്പോൾ പിന്നെ വീട്ടിൽ സമ്മർദ്ദം, പുറത്തും സമ്മർദ്ദം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഇമോഷണലി ഒരു ഡിസ്ട്രാക്ഷൻ കിട്ടുന്നതായിട്ട്. പിന്നെ മദ്യപാനം, ലഹരിയുടെ ഉപയോഗം ഒക്കെ. ഇനി ഈ ഇൻഹിബിഷനൊക്കെ നമുക്ക് കുറഞ്ഞു പോവുക, റിസ്കി ചോയ്സസ് എടുക്കുന്ന പിന്നെ ഒരു അഡ്വഞ്ചറായിട്ട് എടുക്കുന്ന ഇത്. പിന്നെ ചില ആൾക്കാരുണ്ട് അധികാരത്തിൻ്റെ ബോധം, പവർ സ്റ്റാറ്റസ്ഡുകൾ. എത്ര സ്ത്രീകളെ കീഴടക്കി കഴിഞ്ഞാൽ ഞാൻ രാജാവാകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ആത്മവിശ്വാസക്കുറവുമുണ്ട്, സ്വയം ആത്മവിശ്വാസക്കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കീഴടക്കി പോകുമ്പോഴത്തേക്ക് അവരെയൊക്കെ എനിക്ക് കീഴടക്കാൻ പറ്റിയല്ലോ, ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ഡിപ്പെൻഡൻസി വരും. പിന്നെ അതുപോലെ തന്നെ ഒരു ആഴത്തിലുള്ള ബന്ധത്തിനുള്ള ആവശ്യം, വൈഫുമായിട്ടൊരു ഡീപ്പ് ഇമോഷണൽ ബോണ്ട്, അപ്രിസിയേഷൻ, അല്ലെങ്കിൽ സക്സസ്സിൻ്റെ ഒരു കൂട്ടാളിയായിട്ട്, ഒരു ഹെൽപ്പ്മേറ്റായിട്ട് വൈഫ് നിൽക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചിലപ്പം ഇദ്ദേഹത്തിനുണ്ടാകാം. ഇനി ഒരു ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഔട്ട്സൈഡ് ഉണ്ടാവുകയാണ്. നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഒരു കമ്പാനിയനെ പോലെ ഒരു ലേഡി കൂടുകയാണെങ്കിൽ ഉണ്ടാകാവുന്നത്. പിന്നെ ബാല്യകാല ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന പാറ്റേൺസ്, ഏർലി ചൈൽഡ്ഹുഡ്, വീട്ടിൽ നിന്ന് കണ്ടതിൽ നിന്ന്, അതായത് അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ്. പിന്നെ ഒരു അവോയ്ഡ് ചെയ്യുന്ന അവോയ്ഡൻ്റ് ആങ്ഷ്യസ് ബോണ്ടിങ് സ്റ്റൈൽ ചിലപ്പോൾ വരാം. ചിലപ്പോൾ പലപ്പോഴും ഈ അതിരുകൾ നിശ്ചയിക്കാത്ത സംഭവങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഒരു അതിരുകൾ നിശ്ചയിക്കാതെ ചിലപ്പം ഇൻലോസും ഇല്ല അടുപ്പമുള്ളവരൊക്കെ വളരെ ഭയങ്കര ഒരു പരിധിയിൽ കൂടുതൽ പേഴ്സണൽ സോണിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ബോഡിക്കൊരു പ്രത്യേകമായ സ്മെല്ലുണ്ട്. നമ്മളുമായിട്ട് ചേരുന്ന ഇണയ്ക്ക് മാത്രം അത് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു മത്ത് പിടിപ്പിക്കുന്ന ചൂര് കിട്ടുക, അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഫ്രണ്ട്ലി ചാറ്റ് പയ്യെ അഫെയറായിട്ട് മാറുക, അത് പിന്നെ ഫിസിക്കലായിട്ട് മാറുക. പിന്നെ സ്വന്തം ലൈഫിൽ വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ബോർഡം, അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ളൊരു മൊണോട്ടോണമി, അപ്പോൾ അതുകൊണ്ട് സൈമൾട്ടേനിയസ്ലി മറ്റൊരു ബന്ധം സൂക്ഷിക്കാനായിട്ട്. പിന്നെ ഈ സാമൂഹിക സാധാരണവൽക്കരണം, ഓഫീസിലൊക്കെ മിക്കവാറും ഭർത്താവുള്ള സ്ത്രീകളും മറ്റു പുരുഷന്മാരുമായിട്ട് എപ്പോഴും ഒരു അഫെയറായിട്ടൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്കും അതില്ലെങ്കിൽ മോശമാണ്, ഒരു ഒരു നോംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എവരി വൺ ഡസ് ഇറ്റ്, അതൊന്നൊരു ബിലീഫ് സിസ്റ്റം, എല്ലാവരും ഇങ്ങനെയാണ്. പിന്നെ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഭയമുള്ളത് കൊണ്ട് അപ്പോൾ ഇതൊരു എസ്കേപ്പിസമായിട്ട് ഒരു സീക്രട്ട് റിലീഫിന് പോകുന്നത്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണസ്റ്റ് ഡയലോഗിന് പോലും പറ്റാതിരിക്കുന്നുണ്ട്. പിന്നെ ലൈംഗികമായൊരു കൗതുകം, ഓരോ ആൾക്കാരും ഓരോ വിവിധമായിട്ടുള്ള, അല്ലെങ്കിൽ വൈഫ് വേണ്ട വിധത്തിൽ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് വരാം. സെക്ഷൽ ക്യൂരിയോസിറ്റി ഈവൻ വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ഭാര്യ അമിതമായി നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു തോന്നലുകൊണ്ട് ഫീലിംഗ് ഓഫ് കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈലൻ്റ് റിബല്യനായിട്ട്, ഒരു പ്രതികാരം തീർക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം, നമുക്ക് എന്തിനും പണം കിടക്കുന്നത് കൊണ്ട് എനിക്കെന്തും ആകാം, വേണമെങ്കിൽ ബാംഗ്ലൂരിൽ പോയി വേണമെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അവിടെ ഒരാളെ കൊണ്ട് പാർപ്പിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വീർവാദം പറഞ്ഞു വിടുന്ന സുഹൃത്തുക്കളും ഉണ്ടാകാം. പിന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ അധികമായിട്ടുള്ള പൈസ, അല്ലെങ്കിൽ മാനേജബിളായിട്ടുള്ള മീൻസ്. പിന്നെ ഒരു
ഒരു മാനസിക ബന്ധം ഇങ്ങനെ ഒരാളുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് അടുത്തടുത്ത് അത് പിന്നെ ഒരു ഭൗതിക ബന്ധമായി ഇങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അഫെയർ ഫിസിക്കലായിട്ട് മാറും ഗ്രാജുവലി, ബൗണ്ടറിയൊക്കെ ക്രോസ് ചെയ്ത് പോവുക. പിന്നെ ചിലപ്പോൾ ഒരു ദീർഘകാല പക ചിലപ്പോൾ കാണാം, ലോങ് ടൈം റീസെൻമെൻറ്റ്. അപ്പോൾ ഭാര്യയോട് ചിലപ്പോൾ ഒരു അൺപ്രോസസ്ഡ് ആങ്കർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അറ്റാച്ച്മെൻറ്റ് കിടക്കുന്നത് കൊണ്ട് വരാം. ഇനി അടുത്തത് സ്വാർത്ഥമായിട്ടുള്ള ഭാവം. ചില നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സുകൾക്ക് ഈ ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് മൈൻഡ് സെറ്റ്, ഒരാളെ കൂടെ കീഴടക്കുക പിന്നെ അവൾ എൻ്റെതാണ് എന്നുള്ളൊരു. പിന്നെ പഴയകാല ട്രോമയുടെ ഒരു പുനരാവർത്തനമായിട്ട് നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്ന പാറ്റേൺ കൊണ്ടുവരാം. പിന്നെ വിവാഹം തകർക്കാനായിട്ട് ആഗ്രഹമില്ല, അതുകൊണ്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു മാറ്റം വേണം. അതുപോലെ ഒരു ഫിയർ ഓഫ് ഡിവോഴ്സ് വെട്ടുക, പക്ഷെ എന്നാലും ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഇത് നമ്മൾ ബെഞ്ചിലിരിക്കുക എന്നൊക്കെ പറയും, പുതിയ നമ്മുടെ ആൾക്കാരുടെ വാക്കുകൾ പറയുന്നത്. ഒരു ബന്ധം ഇപ്പോൾ ഉള്ളത് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അതിന് മുമ്പ്, അതിനെ തേച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് റിസർവ് ചെയ്ത് ഒരാളെ ഞാൻ ബെഞ്ചിൽ നിർത്തിയേക്കുക എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ജീവിതത്തിൽ പലപ്പോഴും കറക്റ്റായിട്ടൊരു ഗോൾ ഇല്ലാത്തത്, ഒരു കറക്റ്റ് പർപ്പസ് ഇൻ ലൈഫ് ഇല്ലാത്തത് കൊണ്ട്, പിന്നെ പലപ്പോഴും ഒരു ഇന്നർ എംപ്റ്റിനെസ് കൊണ്ട്, അകത്ത് ശൂന്യത കൊണ്ട്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യ എപ്പോഴും ഇൻറ്റിമേറ്റ് ആകാനായിട്ട്, ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇൻറ്റിമസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, അയാൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലൊക്കെ അവളും താല്പര്യം കാണിക്കുക, അവൻ്റെ ഒരു ഹെൽപ്പ് മേറ്റായിട്ട്, അവന് വിജയിക്കാനായിട്ട്, എവിടെയെങ്കിലുമൊക്കെ വിജയിക്കാനായിട്ടുള്ള അവസരങ്ങൾ ശരിയാക്കി കൊടുക്കുക, കൊച്ചു ഇൻഫർമേഷൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ എവിടെയാണോ നമ്മുടെ അറ്റൻഷൻ പോകുന്നത് അവിടെ വളരുമെന്നാണ് പറയുക. അപ്പം പിന്നെ ഭർത്താവിനൊരു ലേഡി സുഹൃത്തുണ്ട്, ജസ്റ്റ് സുഹൃത്ത് മാത്രമാണ്. ചിലപ്പോൾ വല്ലപ്പോഴും ഒരു ലിഫ്റ്റ് കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുമായിരിക്കും, ഇത്രയൊക്കെ കാണുകയുള്ളായിരിക്കും. പക്ഷേ അത് ഭാര്യ പറഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ പേരിൽ പണക്കമുണ്ടായ ഒരു ബന്ധമാക്കി മാറ്റുക. പിന്നെ ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ മോഡേൺ സൈക്കോളജിയിൽ ഇപ്പോഴത്തെ ഒരു അനാലിസിസ് നമ്മൾ എടുക്കുമ്പോൾ ഈ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് ഒരു ബന്ധം ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ലോസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു കാറ് നഷ്ടപ്പെടുക, കാറ് ആര് കള്ളം കൊണ്ടുപോയി, അതിന് നമ്മൾ കോപ്പപ്പ് ചെയ്യുന്ന കോപ്പിംഗ് മെക്കാനിസത്തിനകത്ത് ഫസ്റ്റ് നമുക്ക് ഡിനയിലാവും, എൻ്റെ കാർ അത് പോകില്ല, എന്നാലും അത് പോയോ, അവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, അന്നും കിട്ടുന്നില്ല, പിറ്റേ ദിവസം കാണുന്നില്ല. അപ്പോൾ അതിനൊരു യാഥാർത്ഥ്യം നമ്മൾ അപ്പോൾ അന്നേരം നമുക്ക് വരുന്നൊരു ആങ്കറാണ് വരുന്നത്, എൻ്റെ കാറ് അത് ആരാ കൊണ്ടുവന്നത്, അവനൊരു ഭയങ്കരമായ ദേഷ്യം വരുന്നത്. പിന്നെ വരുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാർഗെയിൻ ചെയ്യുക, എവിടെയെങ്കിലും അവൻ വിട്ടിട്ട് പോയാൽ മതിയായിരുന്നു, ഞാൻ പോയി എടുത്തോളായിരുന്നു, വണ്ടി കയറി അകലെ പോയാലും കുഴപ്പമില്ലായിരുന്നു, എന്നാൽ അത് പോയി എടുത്തുകൊണ്ട് വരാമായിരുന്നു, എവിടെയെങ്കിലും അവൻ കളഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാറ് പോയി എന്നുള്ള, അത് തിരിച്ച് കിട്ടാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം, പിന്നെ ഇൻഷുറൻസിനൊക്കെ കൊണ്ട് ക്ലെയിമൊക്കെ കൊടുത്ത് വേറെ കാർ എടുക്കാനായിട്ട് ചിന്തിക്കും. എന്നതുപോലെയാണ് സ്ത്രീയും പുരുഷനും ഇതിനെ സംബന്ധിച്ച് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ ഭർത്താവിനൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പെട്ടെന്ന് മനസ്സ് പറയുന്നത് ഈ കാറ് പോയെന്ന് പറയും, എൻ്റെ ഭർത്താവിന് അങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെ അത് ശരിയാണോ വാലിഡേറ്റ് ചെയ്ത്, അപ്പോൾ അവസാനം അത് ഉണ്ട്. അപ്പോൾ അതൊരു ആങ്കറാണ് വരുന്നത്. അപ്പോൾ പലതും സ്ത്രീകൾ വിളിച്ചു പറയും, പുരുഷനാണേലും ഒരുപാട് വിളിച്ചു പറയും. അവൻ ചിലപ്പം അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ്, 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർഗെയിനിങ്ങാണ് വരുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ എനിക്കുള്ളതൊക്കെ തന്നാൽ മതിയായിരുന്നു, എന്നെ കൂടെ അക്കോമഡേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. എനിക്കുള്ളതൊക്കെ തന്നാൽ മതിയായിരുന്നു. അതും കഴിഞ്ഞ് എന്നെ നെഗ്ലക്റ്റ് ചെയ്യുവാണ്, എന്നാൽ ഞാനും കാണിച്ചു കൊടുക്കാം, ഞാനും പ്രതികാരം കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞൊരു പകയോടുകൂടി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു അക്സെപ്റ്റൻസിലേക്ക് വരുന്നത്. നമ്മൾ ഈ ആദ്യത്തെ ഈ 1 to 4 സ്റ്റേജ് കടന്നു പോകാതെ നിങ്ങൾക്ക് വിവേകബുദ്ധി ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അങ്ങനൊരു സംഭവം വരുമ്പോഴേ നമ്മളത് ഡിനേ ചെയ്യാതെയോ ദേഷ്യപ്പെടാതെയോ, അവിടെ ഒരു എക്സ്ട്രാ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ എക്സ്ട്രാ ക്ലാസ്സുകൾക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, അപ്പോൾ അവിടെ സ്കൂളിൽ കറക്റ്റ് നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് വേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ് ഈ എക്സ്ട്രാ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അത് എവിടെയാണ് സംഭവിച്ചത് എന്ന്
അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിലൊരു പരമമായ വാശിയും ദേഷ്യം ഉണ്ടാക്കി നമ്മളവരെ തോൽപ്പിക്കാനായിട്ട് പോകുന്നതിന് പകരം ആ കുറവ് നമ്മൾ നികത്താനായിട്ട് ശ്രമിച്ചൊരു 2-3 മാസങ്ങൾ കൊണ്ട് നമ്മൾ വളരെ വിവേകബുദ്ധിയോടുകൂടി ഞാനിപ്പോൾ കുറേ നീഡ് പറഞ്ഞു, നിങ്ങൾക്ക് 2, 3, 4 പ്രാവശ്യം കാണാം. അതുവഴി പോയിട്ട് ഇതിൽ ഏതൊക്കെ നീഡാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗ്യാപ്പ് എന്താണോ ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാതെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പിരിഞ്ഞു പോയി കഴിഞ്ഞ് കുറേ കാലം കേസ് നടത്തിയിട്ട് ചിലപ്പം മറ്റൊരെണ്ണം കിട്ടണം എന്നില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ്, എനിക്ക് ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഇവർ പലരും ഇങ്ങനെയുള്ള കാര്യം എന്നോട് തുറന്ന് പറയുന്നത് കൊണ്ടും ആദ്യത്തെ ഒരെണ്ണം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി രണ്ടാമത്തെ ഒരെണ്ണം കല്യാണം കഴിച്ചത് പഴയതിനെ കഴിഞ്ഞും ഭയങ്കര മോശമാണ് സാറേ, എനിക്ക് ആ പഴയത് തന്നെ മതിയായിരുന്നു, ഞാനതൊന്നും വേണ്ടാന്ന് വെക്കാൻ എൻ്റെ വിവേകക്കുറവ് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഉടനെ തന്നെ പോയി ക്രിമിനൽ കേസൊക്കെ കൊടുക്കുക. ഭർത്താവിൻ്റെ പേരിൽ ചിലപ്പോൾ ക്രിമിനൽ കേസ് കൊടുക്കുക, ഭാര്യ ക്രിമിനൽ കേസൊക്കെ കൊടുത്ത് പോലീസിലൊക്കെ കയറ്റി ഇറക്കി, പിന്നെ അത് അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ ഈ തിയറി ഓഫ് ലോസിനകത്ത് പറയുന്ന ഈ 1 to 5 എത്തുന്നതിന് പകരം നമ്മൾ ആ 1 തന്നെ നിന്നുകൊണ്ട് വിവേകബുദ്ധി കൊണ്ട് ഗ്യാപ്പ് മനസ്സിലാക്കി നമ്മൾ പരിഹരിക്കാൻ നോക്കുകയാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ മൃഗങ്ങളുടെ വാസന പോലെയാണ് അവനെ പോയി വെട്ടിക്കൊല്ലുക, അവളെ പോയി വെട്ടിക്കൊല്ലുക, വിഷം കൊടുത്ത് കൊല്ലുക എന്നൊക്കെ പറയുന്നത്. അതൊന്നും മോഡേൺ മനുഷ്യൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യമല്ല. മോഡേൺ മനുഷ്യൻ ഒരുപാട് മാറിയിരിക്കുന്നു. 10 വർഷത്തെ ഹ്യൂമൻ ബീയിങ് അല്ല മാനസികമായിട്ട് ഇപ്പോഴത്തെ ഹ്യൂമൻ ബീയിങ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പഠിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മനോചികിത്സയൊന്നും അല്ല. ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മളെ ഒരാൾ സഹായിക്കുക, ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട്, ഒരു ജഡ്ജിനെ പോലെ നിന്നുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ കറക്റ്റാണോ എന്ന് നമുക്ക് വാലിഡേറ്റ് ചെയ്തൊരു ഉപദേശം തേടാൻ ഒരാളെന്ന് മാത്രമാണ് നമുക്കൊരു കൗൺസിലിംഗ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാൾക്ക് ആദ്യം പോയ കൗൺസിലർ ചിലപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, രണ്ടാമത്തെയും പ്രയോജനപ്പെട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൗൺസിലർ നല്ലൊരാളെ കിട്ടും. അപ്പോൾ നല്ല ഒരു കൗൺസിലറെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര സഹായമാണ്. അതിനകത്ത് ചിലവാകുന്നൊന്നുമല്ല. 5, 10, 20, 50, 50,000 രൂപ പോയാൽ പോലും നമുക്ക് കറക്റ്റ് ഡയറക്ഷനിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു വിടാൻ പറ്റുന്ന ഒരാളെ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും നമുക്കൊരു ബുക്കിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ എപ്പോഴും ഈ കൗൺസിലർമാരും ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം കേട്ടോണ്ടിരിക്കുന്ന അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ പ്രോബ്ലത്തിന് പരിഹാരം തരാനായിട്ട് ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ വേറൊരിടത്തുണ്ട്. മനോരോഗമല്ല, നമുക്ക് ഉപദേശം തേടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടത് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വിവേകബുദ്ധി ഉണ്ടായി നല്ല ഒരു മാരീഡ് ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.